കുമാരനാശാന്റെ ടാഗോറിനെ പറ്റിയുള്ള കവിതയുടെ കാര്യം ആചാര്യ സാർ പറഞ്ഞു. ആ കവിത അന്ന് ടാഗോർ ഉള്ള വേദിയിൽ ചൊല്ലിയത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഈ ദിവ്യ ഗോകുലം എന്നാണ് കവിതയുടെ പേര്. അദ്ദേഹം വളരെ മനോഹരമായി ചൊല്ലിയെന്നാണ് പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിവരം ജീവിതസമരം എന്ന ആത്മകഥയിൽ ശ്രീകേശ്വരൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഈ ബാംഗ്ലൂരിൽ നമ്മൾ സ്മൃതി മണ്ഡപം സ്ഥാപിക്കുന്നു, വളരെ നല്ല കാര്യമാണ്. ആശാൻ കവിതയെ പറ്റി ചർച്ച നടത്തുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ഈ ആശാൻ കവിതയെ പറ്റി എന്നല്ല, കവിത എന്താണെന്ന് തന്നെ നമ്മുടെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് ആശാൻ കവിതയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഒരു ആശാൻ സ്മാരകവും അങ്ങേയറ്റം അത്യന്താപേക്ഷിതമാണ്. കാരണം ഗുരുവിൻ്റെയും ആശാന്റെയും ഡോക്ടർ പൽപുവിൻ്റെയും ജീവിതത്തെ വേർപെടുത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എനിക്കിപ്പോൾ ആശാനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയാനുള്ളത് ഒരു ഭ്രാന്താശുപത്രിയെ പറ്റിയാണ്. ഭ്രാന്താശുപത്രി എന്ന് പറഞ്ഞാൽ ഭ്രാന്താശുപത്രി അല്ല, ഭ്രാന്താശുപത്രിയുടെ ക്വാർട്ടേഴ്സ് പറഞ്ഞാൽ നമ്മൾ ഒരു ഔദ്യോഗിക വസതി. ഇപ്പൊ ഈ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ബെൽഗാമിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് പിടിച്ചു. അന്ന് പകർച്ചവ്യാധി പിടിച്ചാൽ ബാംഗ്ലൂരിൽ ഒരു നിയമം ഉണ്ടായിരുന്നു, പകർച്ചവ്യാധി വന്നാൽ ഗവൺമെന്റ് ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വിവേകാനന്ദൻ ഗവൺമെന്റ് ഡോക്ടറെ അടുത്തെത്തി. അന്ന് ബാംഗ്ലൂരിലെ മുനിസിപ്പൽ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ പൽപ്പുവാണ്. അങ്ങനെയാണ് ഡോക്ടർ പൽപ്പുവും വിവേകാനന്ദനും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്, രോഗി ഡോക്ടർ ബന്ധം. പക്ഷേ ഈ രോഗിക്കും ഡോക്ടർക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി രണ്ടുപേരും അസാധാരണ വ്യക്തികളാണെന്ന് ഈ രണ്ടുപേർക്കും മനസ്സിലായി. പിന്നെ അവർ അത്തരം കാര്യങ്ങളിലേക്കായി സംസാരം. ഈ വിവേകാനന്ദന്റെ ഒരു ജീവിത കഥയിൽ ഇംഗ്ലീഷുള്ള ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഡോക്ടർ പൽപ്പുവിനോടൊപ്പമാണ് സ്വാമി വിവേകാനന്ദൻ ബാംഗ്ലൂരിൽ താമസിച്ചിരുന്നത്. അത് മറ്റെങ്ങുമല്ല, അന്ന് മുനിസിപ്പൽ ഡോക്ടറും അതേസമയം ഇവിടുത്തെ മാനസികാരോഗ്യ നിംഹാൻസ് ഒക്കെ വരുന്നതിന് ഒരുപാട് കൊല്ലം മുമ്പാണ്. 1890 1891 പൽപ്പു ആദ്യം വരുന്നത്. അതിന് ശേഷമുള്ള വർഷങ്ങളിലാണിത്. അപ്പോൾ ഇതിന്റെ ചുമതല അദ്ദേഹത്തിനാണ്. ഈ ഭ്രാന്താശുപത്രി ഇതിന്റെ ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം താമസിച്ചത്. അപ്പൊ ഇതേ ഭ്രാന്താശുപത്രിയുടെ ക്വാർട്ടേഴ്സിലേക്കാണ് 1895 ശ്രീനാരായണ ഗുരു കുമാരനാശാനെയും കൂട്ടി ഡോക്ടർ പൽപ്പുവിന്റെ അടുത്ത് വരുന്നത്. ആ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചത്. അന്ന് ഡോക്ടർ പൽപ്പുവിന്റെ ഭാര്യ കുമാരനാശാനെ ഭഗവതി അക്കൻ എന്നായിരുന്നു വിളിക്കുന്നത്. ഒരു ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായ ആ സ്ത്രീയാണ് കുമാരനാശാനെ ആദ്യമായിട്ട് ഇംഗ്ലീഷിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കുമാരനാശാൻ ഇവിടെ സംസ്കൃത കോളേജിൽ ചേരണം. സംസ്കൃത കോളേജിൽ ചേർക്കൂല, കാര്യം കുമാരനാശാൻ അധസ്ഥിതനാണ്. ഡോക്ടർ പൽപ്പുവും ഈ അന്നത്തെ ദിവാനും മലയാളി പാലക്കാടുകാരനുമായിരുന്നു ശേഷാദ്രി അയ്യർ. നമ്മൾ ഈ കാണുന്ന ശേഷാദ്രിപുരവും ശേഷാദ്രി അയ്യർ മെമ്മോറിയൽ ഹാളും ശേഷാദ്രി റോഡും ഒക്കെ ആ മഹാനായ മലയാളിയുടെ പേരിലാണ്, ശേഷാദ്രി അയ്യർ. അപ്പൊ ഈ ശേഷാദ്രി അയ്യരോട് പറഞ്ഞിട്ട് ദിവാന്റെ സ്വാധീനം ഉപയോഗിച്ച് കുമാരനാശാന് ഇവിടുത്തെ രാമരാജ സംസ്കൃത കോളേജിൽ ഈ അഡ്മിഷൻ കിട്ടി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമായപ്പോൾ 3 വർഷത്തെ കോഴ്സാണ്. ഈ ന്യായശാസ്ത്രവും തർക്കശാസ്ത്രവും ഒക്കെ വിഷയമായിട്ടുള്ള അതില് ഏറ്റവും 1ാം റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥി കുമാരനാശാൻ ആയിരിക്കും എന്നുള്ളത് ഉറപ്പായി. 1898 അടുപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഇവിടുത്തെ ഉന്നത ജാതിക്കാര് വേളം ഉണ്ടാക്കിയിട്ട് കുമാരനാശാനെ പരീക്ഷ എഴുതാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ആശാൻ ഇവിടെ വിടുന്നതും തുടർന്ന് ഇവിടെ പ്ലേക്ക് വരുന്നതും അദ്ദേഹം ബംഗാളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ്. അന്ന് ആ ഭ്രാന്താശുപത്രി ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ഈ ഭഗവതിയക്കൻ ഗർഭം ധരിച്ചിരുന്ന ആ ശിശുവാണ് പിൽക്കാലത്ത് നടരാജൻ എന്ന പേരോടെ നമ്മുടെ നടരാജ ഗുരുവായിട്ട് വളർന്നത്. ഈ ഭ്രാന്താശുപത്രി ക്വാർട്ടേഴ്സിന്റെ ആ ഔദ്യോഗിക വസതിയിലാണ് നടരാജ ഗുരുവിന്റെ ജനനം. അതുപോലെ ഇവിടുത്തെ ഡോക്ടർ പൽപ്പുവൊക്കെ ഡോക്ടർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷന്റെ വൈസ് പ്രസിഡന്റ്, അതായത് ഇന്നത്തെ കമ്മീഷണറുടെ ചുമതലയുള്ള. ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, മുമ്പ് ഒരിക്കൽ ഇവിടെ ഈ ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ എന്നൊരു തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ ഇവിടെ യൂണിറ്റ് തുടങ്ങിയപ്പോൾ ഡോക്ടർ കെ രാജേന്ദ്രൻ, അദ്ദേഹം മരിച്ചുപോയി, നമ്മുടെ വിജയൻ ചേട്ടൻ VK വിജയൻ, പിന്നെ ഡോക്ടർ ഗീജ ഹരിസിംഗ്, ഞാൻ, ഇങ്ങനെ 4 പേര് ഞങ്ങൾ ഈ പൽപ്പുവിനെ പറ്റിയുള്ള ലേഖനം ഞാൻ മലയാളത്തിൽ എഴുതി, ഞങ്ങൾ ഇംഗ്ലീഷിലും കന്നഡയിലും ആക്കിയിട്ട് അന്ന് മഞ്ജുനാഥ് പ്രസാദ് AS ആണ് ഇവിടുത്തെ മുനിസിപ്പൽ കമ്മീഷണർ. അദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു.